തീർച്ചയായും നല്ലൊരു ഒരു വാർത്ത തന്നെയാണത്. കാരണം കാണാതായ ഒരു യുവാവിനെ കണ്ടെത്തുന്നു. പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്, ഇത്രയും വലിയൊരു രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചത് അവരുടെ മാതാപിതാക്കളെ, അർഷദിൻ്റെ ഭാര്യയുടെയൊക്കെ ഒരു ഇടപെടൽ നമുക്ക് മറക്കാതെ വയ്യ. കാരണം ചേവായൂർ POS ആദ്യം പരാതി കൊടുക്കാൻ പോകുന്നു. അവർ അതിൻ്റെ കറക്റ്റ് പ്ലേസ് ഓഫ് ഒക്കറൻസ് അത് താമരശ്ശേരി ആണെന്ന് പറയുന്നു. താമരശ്ശേരി POS പരാതി കൊടുക്കുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് അല്പം ഉദാസീനത കാണിച്ചുവെന്ന് അവരുടെ കുടുംബം ആരോപിച്ചു കേട്ടോ. അത് ഇന്നലെ വലിയ ചർച്ചയായിപ്പോയി. അതിനുശേഷം അടുത്ത മണിക്കൂറിൽ പോലീസ് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയാണ്, ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കുകയാണ്. ഈ ഒരു വിഷയമൊക്കെ ഒരു പക്ഷേ ഇയാളെ അർഷദിനെ തട്ടിക്കൊണ്ടുപോയ സംഘങ്ങളും അറിയുന്നുണ്ടാവല്ലോ. ഗത്യന്തരമില്ലാതെ അർഷദിനെ ഒഴിവാക്കി വിടുക ചെയ്തത്. കാരണം നമ്മുടെ പോലീസ് മോശമൊന്നുമല്ല, അത് ഏത് സമയത്തും ട്രാപ്പിലാവും, പിടിക്കപ്പെടും എന്നുള്ള ഒരു ധാരണ വന്ന സമയത്ത് വൈത്തിരി റിസോർട്ടിലെ അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ സഹായത്തോടു കൂടി അയാൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് വൈത്തിരി ഇറക്കി വിടുന്നത്. അവിടുന്ന് KSRTCയിലാണ് അർഷദ് എത്തുന്നത്. അപ്പോൾ ശരിക്കും ഇത് 3 ദിവസമായി, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് 4ാമത്തെ ദിവസമാണ് കാണാതെയായത്. പക്ഷേ ഇന്നലെ രാത്രി അതിന് ക്ലൈമാക്സ് ആയി. ഇനി അതിന് ബാക്കി കാര്യങ്ങൾ വരണം. സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട്. കൊട്ടേഷൻ സംഘം ഇതിന് പിന്നിലുണ്ടെന്നും പോലീസ് സൂചന നൽകുന്നു. അപ്പോൾ വരും മണിക്കൂറുകൾ അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടും. പ്രതികൾ ആരൊക്കെ എന്നൊക്കെ നമുക്കറിയാം. കാരണം മിടുക്കന്മാരാണ് പോലീസ് സേന. ചെറിയ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതവർ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് ഈ വാർത്തയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത വാർത്ത നമ്മളൊക്കെ കണ്ടിട്ടും ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ രീതിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ നമ്മളെ മനസ്സിൽ തോന്നും. പക്ഷേ നമ്മൾ ഇതിലൊരു ആംഗിൾ കാണുന്നത്, എല്ലാവരും മനുഷ്യരല്ലെന്നൊക്കെ ഈ വാർത്തക്കൊരു ആംഗിൾ ഉണ്ട്. വാർത്ത എങ്ങനെയാണ്? കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം കൈയടക്കി വഴിവാണിഭക്കാർ. ഭീമമായ വാടക നൽകി കച്ചവടം ചെയ്തു വരുന്ന ബസ് സ്റ്റാൻഡ് ഷോപ്പുകളിലെ കച്ചവടക്കാർക്ക് ഇവർ ഭീഷണി തീർക്കുകയാണ്. കാൽനടയാത്രക്കാരുടെ വഴി കെട്ടിയടച്ചുകൊണ്ടാണ് അനധികൃത വഴിവാണിഭക്കാർ ഇവിടെ കച്ചവടം നടത്തുന്നത്. ഈ വാർത്ത തയ്യാറാക്കിയത് ഞങ്ങളുടെ പ്രതിനിധി അഭിരാമിയാണ്. ആ വാർത്ത കാണാം നമുക്ക്. റോഡുകൾ കയ്യേറി വഴിയോര കച്ചവടം നടത്തുന്ന വാർത്തകൾ നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ തിരക്കേറിയ ബസ് സ്റ്റാൻഡ് കൈയടക്കി വഴിവാണിഭം നടത്തുന്ന കാഴ്ച കേരളത്തിൽ തന്നെ അത്യപൂർവമാണ്. അത്തരത്തിലൊരു വാർത്തയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഏകദേശം 160ഓളം സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ 600ഓളം ജീവനക്കാർ ജോലി ചെയ്തു വരുന്നു. ഇവയിൽ ഓരോ സ്ഥാപനങ്ങളും 50,000-ലധികം രൂപ വാടക നൽകിയാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ വർദ്ധിച്ചു വരുന്ന കറന്റ് ചാർജ്, GST, തൊഴിലാളികളുടെ വേതനം ഇവയും നൽകി വേണം സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാൽ ബസ് സ്റ്റാൻഡിലെ ഷോപ്പുകൾക്ക് ഒരു വെല്ലുവിളി എന്ന പോലെയാണ് സ്റ്റാൻഡിനുള്ളിലെ വഴിവാണിഭ കച്ചവടക്കാർ. കേരളത്തിലെ മറ്റൊരു ബസ് സ്റ്റാൻഡിനുള്ളിലും കണ്ടുവരാത്ത വിധമാണ് വഴിവാണിഭക്കാർ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഒരു പൈസയും ഗവൺമെൻറ്റിന് നൽകാതെ, ഒരു പൈസയും ടാക്സ് നൽകാതെ, യാതൊരുവിധ കാരുണ്യവുമില്ലാതെ കടയുടെ മുമ്പിൽ ഞങ്ങൾ കടയിൽ വിൽക്കുന്ന അതേപോലെയുള്ള സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങൾ വില കുറച്ച് നൽകുകയും അത് ആ ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാരെ കാര്യമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ആത്മഹത്യ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ആളുകളുണ്ട്. അനധികൃത കച്ചവടമാണെന്ന് ഏതൊരാൾക്കും കണ്ടാൽ അറിയാവുന്നതാണ്. എന്നാൽ അധികാരികളുടെ മുൻപാകെ പരാതികൾ ബോധിപ്പിച്ചിട്ടും വഴിവാണിഭ കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ന്യൂ ബസ് സ്റ്റാൻഡ് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി റെയ്നർ കുനിയത്ത് പറയുന്നത്. കോർപ്പറേഷൻ അധികാരികൾക്ക് ഇതിൻ്റെ ഒരു നല്ല പങ്ക് കോർപ്പറേഷൻ അധികാരികൾക്കും ഇതിനകത്ത് വഹിക്കുവാനുണ്ട്. കാരണം അവർ തടയേണ്ടുന്ന, കോടതിയിൽ നിന്നും ഓർഡർ ലഭിച്ചു, അത് ആ നിയമം, ആ വിധി നടപ്പിലാക്കുവാൻ പോലും കോർപ്പറേഷൻ അധികാരികളും ഇവിടുത്തെ പോലീസ് വൃന്ദങ്ങളും ഒരു മടി കാണിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു സംഘടിതമായിട്ട് ഒരു വ്യാപാര സ്ഥാപനങ്ങളെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതെത്തിയിരിക്കുകയാണ്. വൻകിട കമ്പനികളിൽ നിന്നും മൊത്തമായി സാധനങ്ങൾ വാങ്ങി എത്തിച്ചു കൊടുക്കുന്ന ഏജന്റുമാരാണ് വഴിവാണിഭക്കാർക്കായി വേണ്ട സഹായം എത്തിച്ചു നൽകുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ വരുന്നവരെ അനധികൃത കച്ചവടക്കാർ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഷോപ്പുകളിലെ ജീവനക്കാർ പറയുന്നത്. ആയതിനാൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കച്ചവട സ്ഥാപനത്തിന്റെ ലൈസൻസിയർ ഭയം കാരണം നിശബ്ദരാവുകയാണ്. വഴിവാണിഭ കച്ചവടക്കാർക്കായി സ്ഥലം അനുവദിച്ചിട്ടും ഒഴിഞ്ഞുപോകാൻ തയ്യാറാവുന്നില്ലെന്നാണ് കോർപ്പറേഷൻ കൗൺസിലർ SK അബൂബക്കർ പറയുന്നത്. വഴിവാണിഭക്കാർ കാരണം സ്റ്റാൻഡിലെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണെന്നും ഇത് കോർപ്പറേഷന് വൻ നഷ്ടമാണ് ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാണിജ്യ കച്ചവട കാർഡ് നൽകുമെന്നുള്ളൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേറെ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് ഇവർക്ക് കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. മറ്റേ ലക്ഷക്കണക്കിന് രൂപ കോഴിക്കോട് കോർപ്പറേഷന് വരുമാനമുള്ള ഈ ഷോപ്പുകളൊക്കെ നാളെ പൂട്ടിപ്പോയാൽ കോർപ്പറേഷന് വരുമാന നഷ്ടമാണ്.
ബസ് കയറാൻ വരുന്ന യാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത തരത്തിൽ വഴി കൊട്ടിയടച്ചുകൊണ്ടാണ് അനധികൃത വഴിവാണിഭക്കാർ കച്ചവടം നടത്തിവരുന്നത്. ബസ് സ്റ്റാൻഡിനുള്ളിലും പരിസരങ്ങളിലും നടന്നുവരുന്ന അനധികൃത വഴിവാണിഭങ്ങൾക്ക് അനുമതി നൽകരുതെന്നും അനധികൃതമായ വഴിവാണിഭം എടുത്തുമാറ്റി ഉടൻ നിരോധിക്കണമെന്നാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കച്ചവടക്കാരുടെ ആവശ്യം. ആരുടെയും ജീവിത പ്രശ്നം വഴിമുട്ടിക്കാനല്ല ഇത്തരം വിഷയങ്ങൾ അധികാരികൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇത്തരം കയ്യേറ്റങ്ങളും കൈയടക്കങ്ങളും ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളും ചില്ലറയല്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇത്തരം വിഷയങ്ങൾ അധികാരികൾ പരിഹരിക്കുമെന്ന വിശ്വാസത്തോടെ വീഡിയോ ജേർണലിസ്റ്റ് ജോൺസൺ കെ ജോർജിനോടൊപ്പം അഭിരാമി ഷാജി, കോഴിക്കോട് വിഷൻ. അഭിരാമി പറഞ്ഞു നിർത്തിയ പോലെ ജീവിത പ്രശ്നമാണ്. ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ വിഷയം അധികാരികൾ പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഒരു ഇടവേള കൂടി.